നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. സേ എക്സാമിൻ്റെ ഡേറ്റ് വന്നു, പഠിച്ചാൽ മാത്രം മതി. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, റീവാലുവേഷൻ, ഓൺലൈൻ ക്ലാസ്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിലുണ്ട്. ഈ വീഡിയോ മാക്സിമം കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം അപ്ഡേറ്റ്സ് പക്കാ നിങ്ങൾക്ക് കിട്ടും. ടെൻഷനോ ഒന്നും കൊണ്ട് കാര്യവുമില്ല. ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല, ടെൻഷൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായും ഈ പറയുന്നത് കൃത്യമായിട്ടും കേൾക്കുക. ഒന്ന്, ഓൺലൈൻ ബാച്ചസ് ഇന്ന് 22 നാളെ 23, 24, 25, 26 ഒക്കെ എല്ലാ ദിവസവും, ആ 3 ദിവസവും നമ്മൾ ബാച്ചസ് തുടങ്ങും. എല്ലാ ദിവസവും, ഈ മാസം എല്ലാ ദിവസവും നമ്മൾ പുത്തൻ ബാച്ചസ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സയൻസിലെ എല്ലാ സബ്ജക്റ്റും, കൊമേഴ്സിലെ എല്ലാ സബ്ജക്റ്റും, ഹ്യൂമാനിറ്റീസിലെ എല്ലാ സബ്ജക്റ്റുകൾക്കും നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. വളരെ വളരെ പരിമിതമായ ഫീസ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ 6 വിഷയം തോറ്റ കുട്ടികളാണെങ്കിൽ പോലും 1 മാർക്ക് മേടിച്ച കുട്ടികൾ 55, 56 മാർക്ക് മേടിച്ചിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഉൾപ്പെടെ ഞാൻ നാളെ ഒന്നുകൂടെ നിങ്ങൾക്ക് പബ്ലിക്കാക്കി തരും. കാരണം അത്രയും കൃത്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഉണ്ട്. കഴിഞ്ഞ വട്ടം നമുക്ക് എല്ലാ കുട്ടികളും ജയിച്ചൊന്നും ഒരിക്കലും ഞാൻ അവകാശപ്പെടുത്തൂല്ല. കൃത്യമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. ചിലവും 1000 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ 10, 45 കുട്ടികൾ കഴിഞ്ഞ വർഷം 43ഓളം കുട്ടികൾ എനിക്ക് ഒന്ന് കറക്റ്റായിട്ട് പോയ കുട്ടികൾ കാണാം. പക്ഷേ ബാക്കി ഒരു 99.9% നമ്മൾ വിജയിച്ചു എന്നാളാണ് കറക്റ്റ് കാര്യം. നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കോൾ ചെയ്തുകൊണ്ടിരിക്കരുത്. ഒരു സ്റ്റാഫുകൾക്ക് എടുക്കുന്ന സമയം പോലും കാണത്തില്ല. കാരണം നമുക്ക് സമയമില്ല, നിങ്ങൾക്ക് സമയമില്ല. പഠിക്കണം. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നിങ്ങൾ പോയേക്കുന്നത് മാത്രം ഇട്ടാൽ മതി. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് ഉറപ്പിക്കാം, പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചിരിക്കും. അത് മാഷിൻ്റെ ഉറപ്പാണ്. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ നമ്മൾ റെഗുലർ ബാച്ചിനോടൊപ്പം അല്ലെങ്കിൽ എൻട്രൻസും ബാക്കിയുള്ള എല്ലാം കൊടുക്കുന്നതിനോടൊപ്പം സേ കുട്ടികളെ കൈപിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ പഠിക്കുന്ന കുട്ടികൾ ജയിപ്പിക്കാൻ എളുപ്പമാണ്. A+ ഫുൾ മാർക്ക് കിട്ടാൻ എളുപ്പമാണ്. ഇച്ചിരി പുറകോട്ടിരിക്കുന്ന, അത്രയും പറയുള്ളൂ, മോശക്കാരെന്നല്ല പറഞ്ഞു, ഇച്ചിരി പുറകോട്ടിരിക്കുന്ന കുട്ടികളെ ഒന്ന് കൈപിടിച്ചാൽ അവരും ജയിക്കും. അതിനുവേണ്ട എല്ലാ സംവിധാനവും, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തോടെ കിടക്കാം. നമ്മുടെ പരീക്ഷ, സേ എക്സാം തുടങ്ങുന്നത്, എല്ലാത്തിൻ്റെയും തുടങ്ങുന്നത് ജൂൺ 23 അതായത് 1 മാസം തികച്ചില്ല പരീക്ഷയ്ക്ക്. ജൂൺ 23 പരീക്ഷ തുടങ്ങിയാൽ ജൂൺ 27 23, 24, 25, 26, 27 5 ദിവസം കൊണ്ട് എല്ലാ പരീക്ഷയും തീരും. 6 വിഷയങ്ങളേ ഉള്ളൂ. അന്നേരം ഈ പരീക്ഷകളല്ല, അത് സയൻസിൻ്റെയും കൊമേഴ്സിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെയും എല്ലാ സബ്ജക്റ്റുകളുടെയും പരീക്ഷ വരും. 2025 തോറ്റ കുട്ടികൾക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക്, തോറ്റ കുട്ടികൾ രജിസ്റ്റർ ചെയ്ത ആർക്കും ഈ പരീക്ഷ എഴുതാം. അതിനകത്ത് ഒരു കുഴപ്പമില്ല. 1 വിഷയം പോയാലും 6 വിഷയം പോയാലും എല്ലാവർക്കും എഴുതാം. ഇമ്പ്രൂവ് ചെയ്യുന്നത് ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ഇമ്പ്രൂവ് ചെയ്യുന്നത് ഇപ്പം എനിക്ക് C+ കിട്ടി, എനിക്ക് A+ കിട്ടണം എന്ന് വിചാരിക്കുന്നവർ ഉറപ്പായിട്ടും കിട്ടും. നിങ്ങളൊന്ന് ശരിക്കും കഷ്ടപ്പെട്ടാൽ മതി. ഏത് വിഷയവും അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യേണ്ടവർക്ക് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് സ്പെഷ്യൽ ബാച്ചാണ്. പിന്നെ റീവാലുവേഷൻ ശ്രദ്ധിച്ചേക്കുക. റീവാലുവേഷൻ അത്ര സുഖമല്ല. നിങ്ങൾ ഉറപ്പിക്കുകയൊന്നും ചെയ്യരുത് റീവാലുവേഷന് കിട്ടും, ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. വളരെ അപൂർവമായി റീവാലുവേഷൻ കിട്ടത്തുള്ളൂ. റീവാലുവേഷൻ കൊടുക്കാം, പക്ഷേ എല്ലാ വിഷയങ്ങളും റീവാലുവേഷൻ ഇല്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 വിഷയങ്ങൾക്ക് റീവാലുവേഷൻ ഇല്ല. കാരണം ഈ 3 വിഷയങ്ങൾ ഡബിൾ വാലുവേഷൻ ചെയ്ത വിഷയങ്ങളാണ്. ഡബിൾ വാലുവേഷൻ ഉള്ള വിഷയങ്ങൾക്ക് റീവാലുവേഷൻ ഇല്ല. എന്നിട്ട് ഏതൊക്കെ വിഷയങ്ങൾക്കാണ് റീവാലുവേഷൻ ഉള്ളത്? ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി, ബോട്ടണി, സുവോളജി, ബയോളജി, ഇത്രയും വിഷയം നിങ്ങൾക്ക് റീവാലുവേഷൻ ഉണ്ട്. എന്നിട്ട് ബാക്കിയുള്ള വിഷയങ്ങൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി എടുക്കാം. ഫോട്ടോ കോപ്പി എടുക്കുന്നതിനൊക്കെ ഉള്ള പൈസയും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പറയാം. അന്നേരം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതാക്കുക. ഇനി മറ്റേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പല കുട്ടികളും സേക്ക് വേണ്ടിയൊക്കെ പഠിക്കും, അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് മറന്നു പോകും. ശ്രദ്ധിക്കുക, സേക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് മറന്നു പോകരുത്. സേ പരീക്ഷയുടെ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്, അതായത് യാതൊരു ഫൈനില്ല, ലാസ്റ്റ് ഡേറ്റ് ഫൈനില്ല, അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 27 അതിന് മുമ്പേ തന്നെ നിങ്ങൾ എല്ലാവരും അടച്ചിരിക്കണം. ഇത് ശ്രദ്ധിക്കണം. എല്ലാ കുട്ടികളും എല്ലാവരും നല്ലപോലെ പഠിക്കും, പക്ഷേ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കത്തില്ല. പിന്നെ ഇനിയും ഒരുപാട് ഇതെല്ലാം പൈസയൊക്കെ അടയ്ക്കേണ്ട ഡേറ്റ് 30 അത് സൂപ്പർ ഫൈനോടുകൂടിയൊക്കെയാണ്. സൂപ്പർ ഫൈനോട് കൂടിയൊക്കെ അടയ്ക്കേണ്ടതൊക്കെ 30, 31 അതിലോട്ടൊന്നും നിങ്ങൾ പോകരുത്. എല്ലാ കുട്ടികളും 27 തന്നെ അടയ്ക്കുക. ഒരു വിഷയം, സേ പരീക്ഷ, പ്രായോഗിക പരീക്ഷ ഇല്ലാത്ത വിഷയങ്ങൾക്ക് 150, 175 രൂപയൊക്കെയാണ് സാധാരണ ഫീസ്. ഇമ്പ്രൂവ്മെൻറ്റ് 500 രൂപയാണ്. പിന്നെ റീവാലുവേഷൻ ഈ പറഞ്ഞ പോലെ 500 രൂപയാണ്. ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ്.
ഓക്കെ. അന്നേരം സേ എഴുതുന്ന വിഷയങ്ങൾക്ക് ഈ പറഞ്ഞാൽ 150-175 രൂപയൊക്കെ ഉള്ളൂ. ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന ഒരു വിഷയം ഒറ്റ വിഷയം പറ്റുള്ളൂ, അതിന് 500 രൂപയാണ്. ഫോട്ടോ കോപ്പിക്ക് റീവാലുവേഷൻ 500 രൂപയും ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ്. ഇത് നിങ്ങൾ ആലോചിച്ചുള്ളത് 27-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. ഇനി നിങ്ങൾക്ക് പ്രധാനമായും ഞാൻ പറയാനുള്ള കാര്യം, ഒരു രക്ഷകർത്താക്കളും കുട്ടികളെ വഴക്ക് പറയേണ്ട ആവശ്യകതയില്ല. കാരണം പാറ്റേൺ മാറുന്ന രീതിക്കനുസരിച്ച് ചില കുട്ടികൾക്ക് ചില ബുദ്ധിമുട്ട് വരും, ചില കുറഞ്ഞ മാർക്കിന്, ചിലപ്പോൾ 18 മാർക്ക് വേണം, അടുത്ത് 17, 16, 15 മാർക്ക് വരും. നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ഇത്രയും കേരളം കണ്ടതിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാല്യുവേഷനാണ്. ശ്രദ്ധിച്ച് കേൾക്കുക രക്ഷകർത്താക്കളും, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാല്യുവേഷനാണ് ഈ വട്ടം നടന്നത്. അതുകൊണ്ട് കുട്ടികളുടെ തോൽവിയുടെ എണ്ണത്തിൽ കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതാരും അധികം പറയാത്തതും പ്രൊജക്റ്റ് ചെയ്യാത്തതുമാണ്. അന്നേരം എങ്ങനെയെങ്കിലും നമ്മൾ ജയിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കാവൂ. അല്ല, വേറെ ലക്ഷ്യങ്ങളൊന്നും പാടില്ല, വേറെ ഒരു ചിന്തകളും പാടില്ല. ജയിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഈ അധ്യാപകരല്ല, ഇപ്പം നമ്മുടെ ഇതിനകത്തുള്ള ഇങ്ങനെയുള്ള 10, 30, 35ഓളം അധ്യാപകർ ഇതിനു വേണ്ടി ഫുൾ സമയം നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകളും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാം തയ്യാറാക്കാൻ കാണും. ഓൺലൈനിൽ പഠിച്ചാൽ കോവിഡിൻ്റെ സമയത്ത് ഓൺലൈൻ ബാച്ച് തുടങ്ങിയ അന്ന് വേറെ ആപ്ലിക്കേഷൻകാർ പോലും അധികം ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ ഓൺലൈൻ ബാച്ച് തുടങ്ങിയവരാണ് ഇംഗ്ലീഷ് 6 പറഞ്ഞാൽ. നിങ്ങൾ നോക്കാം, എസ്റ്റാബ്ലിഷ് ജൂൺ 5, 2020 ആണ്. 23 വർഷമായിട്ട് നമ്മൾ അധ്യാപക രംഗത്തുള്ളൊരു അധ്യാപകരാണ്. അന്നേരം നമ്മൾ കൃത്യമായിട്ട് പറയാം, ഓൺലൈനിൽ പഠിച്ചാൽ എന്ത് കുഴപ്പം, കൃത്യമായ ക്ലാസ്സും കൃത്യമായ നോട്ട്സും എല്ലാം നിങ്ങൾ തന്നാൽ നിങ്ങൾ ഉഗ്രനായിട്ട് പഠിക്കും. നിങ്ങൾക്ക് യാത്രാ സംഭവങ്ങളൊന്നും ചെയ്യേണ്ട, വീട്ടിൽ നിന്ന് വൃത്തിയായിട്ടിരുന്ന് പഠിക്കാം. വീട്ടിൽ നിന്ന് പഠിച്ചാൽ ഉഴപ്പുമോ? അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ഉഴപ്പും. ഇപ്പോൾ ഒരിടത്ത് പോയി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്ന് പഠിച്ചില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അന്നേരം എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്ക്, എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി തരും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം. അന്നേരം റെഗുലറായിട്ടുള്ള കുട്ടികൾക്കും ബാക്കിയുള്ള കുട്ടികൾക്കും എല്ലാം അറിയാം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്. ഔട്ട്പുട്ട് 100% കിട്ടിയിരിക്കും. നിങ്ങൾ ഒപ്പം കൂടെ നിന്നാൽ മാത്രം മതി. മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഓർത്ത് വെക്കുക, പരീക്ഷയുടെ ഡേറ്റും ഒക്കെ ഓർത്ത് വെച്ചേക്കുക. റീവാലുവേഷനെ കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞു. അടുത്ത വീഡിയോ നിങ്ങൾക്ക് വളരെ മോട്ടിവേഷൻ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എത്തുന്നത്. വളരെ വളരെ മോട്ടിവേഷൻ. ഏത് കുട്ടിയും ഉറക്കം വളച്ചിരുന്ന് പഠിക്കും എന്നുള്ള സംശയം വേണ്ടില്ല ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. കാരണം നിങ്ങളുടെ മുൻ ആൾക്കാരെങ്ങനെയാണ് ഒരു മാർക്ക് കിട്ടിയ കുട്ടി 58 കിട്ടിയത് 60 കിട്ടിയത് നിങ്ങൾക്ക് അറിയണ്ടേ? അത് നിസ്സാരമാണോ? അല്ല. അന്നേരം അങ്ങനെയുള്ളവരുടെ വീഡിയോ ആണ്. നിർത്തുന്നു. അന്നേരം കോൾ ചെയ്യാൻ പാടില്ല. വാട്സപ്പിൽ നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് കൃത്യമായിട്ട് കൊടുക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. നെവർ